Hey all, welcome back to pre and post market analysis. So, ഇന്ന് മാർക്കറ്റ് വല്ലാത്തൊരു കൺസോൾട്ടേഷൻ ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അത്യാവശ്യം ട്രേഡ്സ് നോക്കി. ഫസ്റ്റ് ട്രേഡ് ഒരെണ്ണം നിഫ്റ്റി നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ലൈക്ക് 75-80 നിന്ന് എൻട്രി എടുത്തിട്ട് അത് നേരെ പോയത് 110 നമുക്ക് പോവുകയും അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ആയിട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ പിന്നീട് നമുക്ക് ആ ഒരു റാലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ അവിടെ കിട്ടിയിട്ടില്ലായിരുന്നു. നിഫ്റ്റി ബാങ്ക് ഫിന്നിഫ്റ്റി നമുക്ക് ആ ഒരു സ്ട്രോങ് മൊമെന്റം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പോകുന്നതാണ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് നേരത്തെ തന്നെ നമ്മൾ എടുത്തു ആ ഒരു 917 918 ബേസിൽ എടുക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റാലി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് കിട്ടി അവിടെ 110 കിട്ടി അവിടെ. സോ അതായത് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു ഇത്. അത് കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ ഏർലി എൻട്രി നോക്കിയതായിരുന്നു. മാർക്കറ്റ് ഫോളോ ആകുന്ന ബേസിൽ നമ്മൾ ഏർലി എൻട്രി നോക്കിയതായിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മൈറ്റ് ബി ലൈക്ക് അവിടെ ഇറങ്ങിയവർക്ക് ഓക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഫോൾ വരും, ഒരു 19,300 വരെ ഫോൾ ആകാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട് എന്ന എക്സ്പെക്ടേഷനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വല്ലാത്തൊരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. സിഹിയ നിഫ്റ്റിയിൽ മാത്രമല്ല, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് നമുക്ക് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വല്ലാത്തൊരു കൺസോൾട്ടേഷൻ ആണ് തന്നിട്ടുള്ളത്. ബട്ട് ഇന്നേ ഇറ്റ്സ് ഓക്കെ ആണ്. ഇവിടുന്ന് ഒരു 3 പ്രാവശ്യം റിജക്ഷൻ വന്ന് നിൽക്കുകയാണ്. ഇതൊരു ഷേക്ക് ഔട്ട് ആയിട്ട് മാർക്കറ്റ് നേരെ ഫോളോ ആകാനായിട്ടുള്ള പ്രോബിലിറ്റി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിന്നിഫ്റ്റി ഹിയർ സെയിം സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. കൺസോൾട്ടേറ്റ് ചെയ്തു. ഇന്ന് ആ ഒരു ഒറ്റ സിംഗിൾ ഫോളും പിന്നെ ഇത് ഫുള്ള് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലൈവിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാർ ഓൾമോസ്റ്റ് 150 റേഞ്ച് നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട്, അത് അപ്പോൾ പറ്റില്ല, ഇനി അത് പറ്റുമായിരിക്കുമോ, കൺസോൾട്ടേറ്റ് ചെയ്യുമോ എന്ന് തോട്ടുണ്ടായിരുന്നു. ബട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് മൂവ്മെന്റ് വരാനുള്ള പ്രോബിലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു മൂവ്മെന്റ്, ബട്ട് അത് അവിടെ നടന്നിട്ടില്ലായിരുന്നു. സോ ഇതായിരുന്നു നമുക്ക് പോസ്റ്റ് മാർക്കറ്റിൽ നമുക്ക് ഇന്ന് നടന്നിട്ടുണ്ടായില്ല. ഇന്ന് മാർക്കറ്റിൽ നടന്നിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. നമുക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് നോക്കണ്ടേ, സോ ദാറ്റ് നമുക്കൊരു കൺവിഷൻ കിട്ടുകയാണ്. ഓക്കെ ഫൈൻ, ഗ്ലോബൽ മാർക്കറ്റ് ഇങ്ങനെയാണ്, ഗ്ലോബൽ എക്കണോമി ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിനെ തീർച്ചയായിട്ടും അത് അഫക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് പോയി നോക്കാം. സോ ഡൗ ജോൺസ് നമ്മൾ നോക്കുന്നതാണ്. പ്രീവിയസ്ലി ഈ ഒരു ലോ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയൊരു ഫോൾ വന്നിട്ട് പിന്നെ ഇത് കൺസോൾട്ടേറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ് ഇവിടെ. ബട്ട് എന്നാൽ ഇന്നേ വേ നമുക്ക് ചെറിയൊരു പുഷ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇതിവിടെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയും നമുക്ക് ലെറ്റ്സ് ബി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മൊമെന്റം പുഷ് കാണുന്നുണ്ട്. എവിടെ നമുക്ക് ഈ ഹൈ ഒന്ന് മാർക്ക് ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് സിങ് ചെയ്ത് പോവുകയാണെങ്കിൽ ലെറ്റ്സ് നമുക്ക് ഇവിടെ റേഞ്ച് കാണാൻ സാധിക്കാം. അപ്പോൾ അത് എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്ട് ചെയ്യും? ഓപ്ഷണലാണ്, ഡെഫിനറ്റ്ലി ഓപ്ഷണലാണ്. നമുക്ക് നോക്കാം ഇത് ഏത് രീതിയിൽ അഫക്ട് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി കിട്ടുന്നുള്ളത്. ബട്ട് എന്നാൽ കറന്റ് ഞാൻ ഇപ്പോഴും ബെയറിഷ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. സോ നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. ഡയറക്ട്ലി ചാർട്സിൽ കൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് പ്രീ മാർക്കറ്റ് അനാലിസിസ്. ഈ വേറൊന്നുമല്ല, ഇന്നത്തെ ലോ അതായത് ഓൾമോസ്റ്റ് ലൈക്ക് 19,500 താഴെ മാർക്കറ്റ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുകയും നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 19,423 വേണ്ട, ഇറ്റ്സ് ഓക്കെ, 400 തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കീപ്പ് ചെയ്യാം, സൈക്കോളജിക്കൽ ലെവലായിട്ട് കീപ്പ് ചെയ്യുകയും 19,300 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ഫോള് കാണാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ റിജക്ഷൻ നടന്നിട്ട് മാർക്കറ്റ് നേരെ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നാലും നമുക്ക് 19,750 മുകളിൽ മാർക്കറ്റ് പോകാതെ നമ്മൾ ബുള്ളിഷ് സൈഡിലോട്ട് ഒരു എൻട്രിയും നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഫ്രൈഡേ ഇവിടെ തൊട്ട് ഇവിടെ റാലി കണ്ടു, നമ്മൾ ട്രേഡ് എടുത്തോ? ഇല്ല, നമുക്കതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ലൈക്ക് സം മണി എന്നൊരു കോൺസെപ്റ്റ് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഹ്യൂജ് ലോസിലോട്ട് എത്തിച്ചേരുന്നത്. ഇവിടെ നമ്മൾ അത്യാവശ്യം വെയിറ്റ് ചെയ്തിരിക്കും, പേഷ്യൻസോട് കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇതിന് താഴെ മാർക്കറ്റ് എപ്പോഴാണോ ബ്രേക്ക് ഡൗൺ തരുന്നത് നമ്മൾ അവിടെ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുകയും ഇത് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ഇത് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിഫ്റ്റിയിൽ. റൈറ്റ്, വാട്ട് അബൌട്ട് നിഫ്റ്റി ബാങ്ക് പേടിക്കണ്ട, OA അനാലിസിസ് ഇത്തവണ കാണും. സംബഡി ആസ്ക്ഡ് അബൌട്ട് OA അനാലിസിസ്. ഫ്രൈഡേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് ഇന്നലത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയതായിരുന്നു. എന്നാൽ ഇപ്പോൾ ജസ്റ്റ് ലൈക്ക് PCR എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ഇച്ചിരൂടെ ഇൻ ഡെപ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ OA ചാർട്ട് അനാലിസിസ് ചെയ്യാനായിട്ട് എല്ലാവർക്കും മനസ്സിലാകണ്ടേ. അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റിൽ അറിയിക്കുക. മാക്സിമം നമ്പർ ഓഫ് കമന്റ്സ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. OA ചാർട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ്. ഇത്രയും നാള് ചെയ്തതിൽ OA നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ഏറ്റവും മനസ്സിലാകുന്ന മെത്തേഡിൽ തന്നെ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓൾറെഡി കണ്ടന്റ് ജനറേറ്റ് ചെയ്തതാണ്, വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക.
ഇറ്റ്സ് ലൈക്ക് നമ്മളുടെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു മെയിൻ പോർഷൻ തന്നെയാണത്. ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതാണത്. സോ ഹിയർ നിഫ്റ്റി ബാങ്കിൽ സെയിം തന്നെയാണ്. സി ഹിയർ കൺസോളിഡേറ്റ് ചെയ്തേക്കുന്നു. ഇന്നലത്തെ അല്ല, ഓൺ 27th സെപ്റ്റംബറിലെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ബെയറിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും 44,000 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇന്ന് ആക്ച്വലി എനിക്ക് ലൈക്ക് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് OTM ആയിപ്പോയി ഞാൻ ഷെയർ ചെയ്ത ടൈമിൽ. ബട്ട് എന്നാൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ, അതുകൊണ്ട് ലോസ് റിഡ്യൂസ് ആയി. ഐ തിങ്ക് 30 പോയിന്റ്സ് എങ്ങാണ്ടേ നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നുള്ളൂ ബാങ്കിൽ. 30 പോയിന്റ്സ് വളരെ ചെറുതാണ് ബാങ്കിൽ അല്ലേ. നിഫ്റ്റിയിൽ സൂപ്പർബായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ വന്നു. സെക്കൻഡ് ട്രേഡ് എടുത്തതിനാണ് ചെറിയ നമുക്ക് ലോസ് വന്നത്. ബട്ട് എന്നാൽ നമ്മൾ വളരെ സന്തോഷപൂർവ്വം നമ്മൾ അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ സ്റ്റോക്ക് ഓപ്ഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഓപ്ഷന്റെ പ്രീമിയം സിഗ്നൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 2 കോൾസ് ആണ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിഗ്നൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്തത്. നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് നമ്മളോട് ഷെയർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ റിലയൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് അത്യാവശ്യം നല്ലൊരു ട്രേഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് ഒരു 36 നിന്ന് 41 പ്രീമിയം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല L&T ലാസ്റ്റ് ആൻഡ് ടർബോ നമ്മൾ അവസാന നിമിഷം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അത് അവസാന നിമിഷം അത് എടുക്കുകയും അതും അത്യാവശ്യം ലൈക്ക് ലോസിലോട്ടല്ല, സ്റ്റിൽ എൻട്രി പോയിന്റിനേക്കാൾ ഇച്ചിരി മുകളിലോട്ട് കയറി നിൽക്കുകയാണ് കറന്റ്. സോ നല്ലൊരു ഫസ്റ്റ് ട്രേഡ് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഹാപ്പിയാണ്. മൈറ്റ് ബി നാളെ മാർക്കറ്റ് ഫോൾ ആകുകയാണെങ്കിൽ തന്നെ എല്ലാവർക്കും ആ പേ ചെയ്ത ഫീസ് ഫുള്ളി കവർ. സ്വിംഗ് ട്രേഡ് ആണ്, ഇനിയും കുറെ അധികം അത് റൺ ചെയ്യാനായിട്ടുണ്ട്. L&T എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് ലൈക്ക് 40 പോയിന്റ്സ് പ്രീമിയത്തിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. 40 പോയിന്റ്സ് പ്രീമിയത്തിൽ സ്റ്റോക്ക് ഓപ്ഷനിൽ ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. 60 നിന്ന് എടുത്തു 100 വരെ ഉണ്ട് ടാർഗറ്റ് ഹൗസിൽ. സോ ഓൾറെഡി അത് എടുത്തവർക്ക് എല്ലാവർക്കും നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയിട്ട് അതിൽ ഞാൻ പേഴ്സണലി നല്ല ഹാപ്പിയാണ്. അത് നിങ്ങൾ ഇന്നത്തെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഞാൻ അത്ര കോഷ്യസ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തത്. ഞാൻ പറയുകയും ചെയ്തു ഇത് ഫസ്റ്റ് ട്രേഡ് ആണ്. ഞാൻ ഒരുമിച്ച് നമ്മൾ ലൈക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടുകൂടെ ലൈക്ക് ഡെഫിനറ്റ്ലി നമ്മൾ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യണം. ഗോഡ് മാർക്കറ്റ് എന്ന് തന്നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാനാണ്. ഡെഫിനറ്റ്ലി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ആ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തത്. ഫസ്റ്റ് ആണ്. ഇതിൽ നിന്ന് എല്ലാവർക്കും നമ്മളുടെ ആ ഒരു പ്രീമിയം ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു ഹ്യൂജ് റിസൾട്ട് വേണമെന്ന് ജെന്യൂൻലി നമ്മൾ ലൈക്ക് ബട്ട് അത്രയ്ക്ക് എഫോർട്ട് ഇട്ടാണ് അത് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. റൈറ്റ്. സോ നിങ്ങൾക്ക് നിഫ്റ്റിയും L&T നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോക്ക് ഓപ്ഷൻ ഫെന്റാസ്റ്റിക് റിസൾട്ട് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. പൊസിഷൻ ആണ്. ലെറ്റ്സ് സീ അത് എങ്ങനെ റിസൾട്ട് കിട്ടുമെന്നുള്ളതിൽ. സോ ബാക്ക് ടു അവർ ടോപ്പിക് ഹിയർ. സോ നമുക്ക് നിഫ്റ്റി ബാങ്ക് നമുക്ക് ഈ ഒരു സെർട്ടൺ ലെവലിന് താഴത്തേക്ക് പോവുകയായിരിക്കുമെങ്കിലാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. ദെൻ അബൌട്ട് ഫിന്നിഫ്റ്റി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 19,668 താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാനാണ്. ഇവിടെ ഒരു ഒരു മൈനർ ടാർഗറ്റ് തന്നെയാണ് ഡെഫിനറ്റ്ലി ഇത്. ദെൻ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്യാം. തേർഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാനായിട്ടാണ്. ഈ ചാർട്ട് നേരെ നിങ്ങൾക്ക് പ്രീമിയം ഗ്രൂപ്പ്സിൽ കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിരിക്കാവുന്നതാണ്. എന്നത്തേക്ക് നാളത്തെ ഒരു ട്രേഡിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. റൈറ്റ്. സോ നമുക്ക് ജസ്റ്റ് ലൈക്ക് OI ചാർട്ട് അനാലിസിസിലോട്ട് പോകുന്നതാണ്. OI ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ലൈക്ക് എത്ര ലൈക്ക് ഏത് സൈഡിലോട്ടാണ് കൂടുതൽ ആൾക്കാരുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ചെയ്യുന്നത്. സോ റാൻഡം ആയിട്ട് ജസ്റ്റ് ലൈക്ക് OI ചാർട്ട് എടുക്കുകയും അത് അനലൈസ് ചെയ്ത് ഞാൻ പറയും കൂടെ ചെയ്തു തരാം. ഇൻ ഡെപ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പറയുകയും OI പറ്റി ഇല്ല OI ചാർട്ട് അനലൈസ് ചെയ്യുന്നത് എങ്ങനെ എന്നൊരു വീഡിയോയും വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ കമന്റ് അറിയിക്കുക. ചെയ്തു തരാം, തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തരാം. നിങ്ങൾക്ക് തന്നെ അറിയാം കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും ഡെഫിനറ്റ്ലി എന്നുണ്ടെങ്കിൽ ചോദിക്കുക. റൈറ്റ്. സോ നമുക്ക് OI ചാർട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ലൈക്ക് നമുക്ക് ഈ OI ചാർട്ട് അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് ഇവ സപ്പോർട്ടർ റെസിസ്റ്റൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. OI എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എത്ര കോൺട്രാക്ട്സ് ആണ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് എന്നതിനെയാണ് നമുക്കിത് ഓപ്പൺ ഇൻട്രസ്റ്റ് OI ബേസിസിൽ നമുക്ക് ഇവിടെ ഡേറ്റ കിട്ടുന്നത്. സോ ഇത് NSEയുടെ സൈറ്റാണ്. നമുക്കിവിടെ OI ചാർട്ട് എടുക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ ചെയിൻ എന്ന് കൊടുക്കുമ്പോൾ NSEയുടെ സൈറ്റ് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഡീഫോൾട്ട് ആയിട്ട് നിഫ്റ്റി വരുന്നുണ്ട്, ഫിന്നിഫ്റ്റി ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഉണ്ട്, മിഡ് ക്യാപ് നിഫ്റ്റി ഉണ്ട്. ഡീഫോൾട്ട് ആയിട്ട് നിഫ്റ്റി തന്നെയാണ് വരുന്നത്. അപ്പൊ നിഫ്റ്റി എടുക്കുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ 2 സൈഡ് ഉണ്ട്. ഇതിൽ കോൾ സൈഡും ഉണ്ട്, പുട്ട് സൈഡും ഉണ്ട്. കോൾ സൈഡും ഉണ്ട്, പുട്ട് സൈഡും ഉണ്ട്. ഇതിൽ നമ്മൾ ഇപ്പോൾ നോക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഈ OIയും ഈ സ്ട്രൈക്കും ഈ OIയും ആണ് നോക്കേണ്ടത്. സോ കോൾ സൈഡിലെ നമുക്കൊന്ന് നോക്കാം OI എവിടെയാണ് നമുക്ക് അത്യാവശ്യമുള്ളത് എന്നുള്ളത്. ഹിയർ 19,550 എന്ന് പറയുന്നു. കോൾ സൈഡിൽ 19,550ക്ക് താഴെയുള്ളതെല്ലാം എന്താണ്?
ഇൻ ദ മണിയാണ്. അതായത് യെല്ലോ പോർഷൻ ഉള്ളതെല്ലാം ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസുകളാണ്. സോ ഇവിടെ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യം കാണാൻ കഴിയുന്നത് എവിടെയാണ്, ഏത് സ്ട്രൈക്ക് പ്രൈസിലാണ്? ഇവിടെ 1.2 ഉണ്ട്, 1.9 ഉണ്ട്, 2.16 ഉണ്ട്. സി വേറെ എങ്ങുമില്ല. അതായത് 19,700 നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാൻ കഴിയുന്നു. നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നു. എവിടെയാണ്? 19,700 നമുക്ക് നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. ഏതിന്റെ ബേസിസിലാണ്? OI ഡേറ്റ ബേസിസിൽ നമുക്ക് പറയാൻ കഴിയുന്നു. 19,600 നമുക്കുണ്ട്. സെക്കൻഡ് എവിടെ വന്നിട്ടുള്ളത്? 19,600 നമുക്ക് സെക്കൻഡ് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. സിയോ നിഫ്റ്റി സിയോ 19,524. See, almost like 19,600. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 600. സോ 600 ആൻഡ് 700 ഈ രണ്ട് റേഞ്ചിലാണ് നമുക്ക് നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഇടിച്ചിട്ട് താഴത്തേക്ക് വരാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട് അവിടെ, അല്ലേ? ഇത് താഴത്തേക്ക് നോക്കി, ഇത് റെസിസ്റ്റൻസ് ആണ് നമുക്കവിടെ ബേസിക്കലി കിട്ടിയിട്ടുള്ളത്. ഫൈൻ. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് വേണം ജസ്റ്റ് ലൈക്ക് അത് ഒന്ന് കണ്ണിൽ വിട്ടേക്കാം. താഴത്തേക്ക് വരിക. ടോട്ടൽ OI എന്ന് പറയുന്നത് 23 lakhs ഉണ്ട് ഇവിടെ. വാട്ട് അബൌട്ട് ഹിയർ? ടോട്ടൽ OI എന്ന് പറയുന്നത് 17 ലക്ഷമാണുള്ളത്. എവിടെയാണ് കൂടുതലുള്ളത്? കോൾ സൈഡിലാണ്. അതായത് റൈറ്റേഴ്സ് ആണ് അവിടെ നമുക്ക് കൂടുതലുള്ളത്. കോൾ റൈറ്റേഴ്സ് ആണുള്ളത്. ദാറ്റ് മീൻസ് പി സൈഡിലോട്ട്, അതായത് ബെയറിഷ് സൈഡിലോട്ട് മാർക്കറ്റ് വരാനായിട്ട് ഉള്ള പ്രോബിലിറ്റി കൂടുതലാണ് PCR ഡേറ്റ വെച്ചിട്ട്, അല്ലെ റേഷ്യോ വെച്ചിട്ട്. ഫൈൻ. PCR റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരാനായിട്ടാണ് പ്രോബിലിറ്റി ഉള്ളത്. ആൻഡ് ഓൾസോ നമ്മുടെ വ്യൂ എന്താണ്? ബെയറിഷ് ആണ്. നമ്മൾ ക്യാൻവസിനെ വെച്ച് തന്നെയാണ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നതും അനലൈസ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കപ്പോൾ നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം. അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുകയും കൂടെ ചെയ്യാം. നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് കാണാവുന്നതാണ് നമ്മളുടെ ലൈവ് സെഷനിൽ. എല്ലാവരും തന്നെ വരിക. നിങ്ങൾ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ട്രേഡ് ചെയ്യുന്ന ടൈമിൽ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി അത് ലൈവിൽ വരിക, നിങ്ങൾ ചോദിക്കുക, ഞാനത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ദേർ ടുമോറോ at 9 AM. ബൈ.